അതിനിടയിലൊരു കഥ വായിച്ചപ്പോൾ ക്യാമറ കണ്ണ്. ക്യാമറ കണ്ണിൽ ആ ക്യാമറ എന്ന യന്ത്ര സംവിധാനം, അല്ലെങ്കിൽ ക്യാമറ എന്ന് പറയുന്ന ഒരു സ്വപ്നങ്ങൾ യന്ത്രം, അതിനും വികാരമുണ്ട്. അത് മനുഷ്യരോട് അതിൻ്റെ ഉടമസ്ഥൻ അവസാനം അത് നന്നാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കബോർഡിലേക്ക് തിരികെ വയ്ക്കുന്ന ആ ഒരു രംഗം, ദുരന്തരംഗം. അവിടെ ഒരു യന്ത്രമാണ് മനുഷ്യനോട് സംസാരിക്കുന്നത്. യന്ത്രത്തിന് വികാരമുണ്ടെന്നും യന്ത്രം മനുഷ്യരോട് സംസാരിച്ചു തുടങ്ങുമെന്നും യന്ത്രത്തിൻ്റെ വികാരങ്ങളെ കൂടി മനുഷ്യർ കണക്കിലെടുക്കേണ്ടി വരും എന്നുമുള്ള അതിലെ വീക്ഷണം ഇതാ ഇപ്പോൾ സത്യമായി വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലക്റ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. കൃത്രിമ ബുദ്ധി, മനുഷ്യരെ പോലും യന്ത്രങ്ങൾ നിയന്ത്രിച്ചേക്കുമെന്നുള്ളൊരു ഭീതി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അത്തരം ഉപദർശനങ്ങളല്ല, അത്തരം ദർശനങ്ങൾ തന്നെ കഥകളിലൂടെ ഒന്ന് ഘടിപ്പിച്ചെടുക്കുവാനുള്ള ഒരു ഗവേഷണപരമായ, അത് നമുക്ക് മനഃപൂർവമായ ഒരു തോന്നലല്ല സത്യത്തിൽ, അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. ഇപ്പോൾ ഒരു ക്യാമറാമാൻ ക്യാമറയുമായി പോകുമ്പോൾ അയാൾ കുറേ ഒരു എന്താ പറയുക, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയും കുറേ സദാചാര ചിന്തയുള്ള ഒരു കലാകാരനുമാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും ആഗ്രഹം? നല്ല നല്ല രംഗങ്ങൾ എൻ്റെ ക്യാമറയിൽ പകർത്തണം, മഹത്തായ രംഗങ്ങൾ എൻ്റെ ക്യാമറയിൽ പകർത്തി ഈ ലോകത്തിന് കൊടുക്കണമെന്നൊക്കെ ആയിരിക്കും ആ കലാകാരൻ ചിന്തിക്കുന്നത്. അയാളിൽ നിന്ന് അയാളുടെ ഒരു സുഹൃത്ത്, ഒരു സാധാരണ സുഹൃത്ത്, വേറൊരു ഫോട്ടോഗ്രാഫർ ഈ ക്യാമറ കടം വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചിന്തിക്കുന്നത് മനുഷ്യന് കാണാൻ കൊള്ളാത്ത അധമമായ ഒരു രംഗം ഒന്ന് ചിത്രീകരിക്കാനായിരിക്കാം. ഇതിന് രണ്ടും ആരാ സാക്ഷിയാകുന്നത്? ഈ ക്യാമറയുടെ ഒരേ കണ്ണുകളാണ് സാക്ഷിയാകുന്നത്. രണ്ട് പേരിൽ ചെന്നപ്പോൾ ആ യന്ത്രം രണ്ട് തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ഒരാൾ നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മറ്റൊരാൾ അത് ദുരുപയോഗം ചെയ്യുകയാണ്. അവിടെ ഒരു പക്ഷേ ഒരു ജീവനുള്ള വസ്തുവായിരുന്നു ഈ ക്യാമറയെങ്കിൽ അതിനൊരു വൈകാരികമായ ഒരവസ്ഥയുണ്ടാകും തീർച്ചയായും. അപ്പോഴവിടെ ആ ഒരു വൈകാരികത ആ യന്ത്രത്തിന് കൊടുത്തുകൊണ്ട് ആ ചിത്രീകരിക്കപ്പെട്ട രംഗങ്ങളുടെ നന്മയെയും ദുരന്തത്തെയും സമൂഹത്തിൻ്റെ മുന്നിൽ താരതമ്യം ചെയ്ത് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ആ എഴുത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അങ്ങ് പറഞ്ഞതുപോലെ കാലം കടക്കും തോറും അത് യാഥാർത്ഥ്യങ്ങളോട് അടുക്കുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ ഇതിന് യാഥാർത്ഥ്യമായി തീരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. അതൊരു എഴുത്തുകാരൻ്റെ സാമൂഹികമായ ഉൾക്കാഴ്ചയിൽ സ്വാഭാവികമായി വന്നുപെടുന്ന കാര്യമാണ്. ഇതിനകത്ത് എഴുതി വച്ചേക്കുന്ന പല കാര്യങ്ങളും ഇന്നത് വളരെ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത് എഴുതുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചിട്ടില്ല ഈ യാഥാർത്ഥ്യമാണെന്ന്. ഈ യാഥാർത്ഥ്യമല്ലാത്ത കാര്യം എഴുതി വെച്ചതിൻ്റെ പേരിൽ എന്നെ വല്ലാതെ ഭത്സിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങ് പറഞ്ഞ ഈ ക്യാമറ കണ്ണെന്ന് പറയുന്ന കഥയും മാതൃഭൂമിയെ അച്ചടിച്ചു വന്നതാണ്. ഈ മാതൃഭൂമിയിൽ എനിക്ക് പല കത്തുകളും കിട്ടി. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പലരും എഴുതിയ കൂട്ടത്തിൽ പല ആളുകളും ഈ എഴുത്തുകാരന് സുബോധമില്ലയോ എന്ന് ചോദിച്ചെഴുതിയ കത്തുകളുണ്ട്. ഒരു ക്യാമറ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ഒരു ക്യാമറ അങ്ങനെ ചിന്തിക്കാൻ അതിന് ജീവനുണ്ടോ? അവിടെ എന്നാൽ അതിനപ്പുറത്തേക്ക് ആ ക്യാമറയുടെ ലെൻസ് പൊട്ടിയിട്ട് എടുത്തെറിഞ്ഞതാണ് ഒരു സമരമുഖത്ത് വെച്ച്. സമരക്കാരെടുത്തെറിഞ്ഞു ഈ ക്യാമറയുടെ ലെൻസ് പൊട്ടിയിട്ട് അതിൻ്റെ ഒരു പീസ് മാത്രം അതിനകത്ത് ഇരുന്നു കൊണ്ട് ആ പീസിൽ മാത്രം കണ്ടുകൊണ്ട് ആ ക്യാമറ സന്തോഷിച്ചു. എനിക്ക് ആ ഒരു പീസെങ്കിലും അവിടെ ഉണ്ടല്ലോ. പിന്നെ ആ ക്യാമറാമാൻ ആ ക്യാമറയുമായിട്ട് സഞ്ചരിക്കുമ്പോഴല്ല അത് ഭയക്കുന്നത് ഇത് ഇളകി താഴെ വീണ് പോകില്ലേ. അവിടെ തന്നെ അങ്ങ് അതിൻ്റെ തുടക്കത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പദം പ്രയോഗിച്ചു, കൺചീളുകൾ. ക്യാമറയുടെ കൺചീളുകൾ എന്നുള്ളത് വളരെ സാധാരണമല്ല ആ പ്രയോഗം. തീർച്ചയായും അത് പറഞ്ഞപ്പോൾ ആ വേർഡ് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു എന്നുള്ളതാണ്. എന്തായാലും കസേര കളിക്കുന്ന ആത്മാക്കൾ വായിച്ചപ്പോൾ തോന്നിയ കാര്യം, അതേക്കുറിച്ചുള്ളൊരു കുറിപ്പ് അങ്ങുമായി പങ്കുവെക്കട്ടെ. ഈ കഥയിലെ അവസാനത്തെയും എന്നാൽ അവസാനിക്കാത്തതുമായ ചിരി SP റാം മനോഹർ പുതുതായി പണി കഴിപ്പിച്ച വീടിൻ്റെ സ്വീകരണ മുറിയിലെ വെണ്ണക്കൽ തറയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയ കസേരയുടെ ചിരിയാണ്. ആ ചിരി ഒരിക്കലും അവസാനിക്കാത്തതാണ്, എന്നാൽ കഥയിലെ അവസാനത്തെ ചിരിയുമാണത്. കസേരയിൽ അതിൽ ഇരുന്ന് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ ലയിച്ചു ചേരുന്നു എന്ന കഥാകൽപ്പന കൗതുകജന്യം തന്നെ. നന്ദഗോപൻ നായരുടെ റോബസ്റ്റ കാപ്പിച്ചെടിയും ഭാസുരയുടെ ബംഗ്ലാവ് ഭിത്തിയും, അങ്ങനെയൊരു കഥയുണ്ടല്ലോ. കഥാപാത്രങ്ങളോട് പ്രതികരിക്കുന്നു. ഒരു പടി ഉയർന്ന് ഈ കസേരയാകട്ടെ ആത്മാവുകളെ പ്രതിനിധീകരിക്കുന്നു
എന്ന ഒരു കുറിപ്പ് അങ്ങുമായി പങ്കുവെക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വായിക്കുകയും കുറിപ്പെടുകയും ചെയ്തുകൊണ്ടാണ് അങ്ങയെ നേരിടാനുള്ള ധൈര്യം ഞാൻ സംഭരിക്കുന്നത്. കാരണം പെട്ടെന്നുള്ള വായന ചിലപ്പോൾ അപകടം ചെയ്യും. അത് യഥാർത്ഥത്തിൽ ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി കുഞ്ഞൂട്ടൻ്റെ മതം അല്ലെങ്കിൽ മതം എന്ന കഥ, അവിടെ അങ്ങ് തീർച്ചയായും ഒരു വലിയ സാഹസികതയാണ് കാണിക്കുന്നത്. സർഗപരമായ സാഹസികതയും എന്നാൽ വർത്തമാനകാലത്തെ തിളക്കുന്ന വസ്തുതകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള സാഹസികതയും. അതായത് വൈകാരികമായ ഒരു പെട്ടെന്നുള്ള ഒരു ബോധത്തിൻ്റെ പുറത്ത് മാറാനുള്ളതല്ല മതം. അതെ, അത് വളരെ കൂടുതൽ വിജ്ഞാനത്തിൻ്റെയും അത് തിരിച്ചറിവിൻ്റെയും ഒക്കെ വെളിച്ചത്തിലുണ്ടാകുന്ന ഒരാത്മീയ പരിവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതാണ് ഒരു മതം സ്വീകരിക്കുന്നത്, ഉപേക്ഷിക്കുന്നത്. ഇവിടെ പലരും ചെയ്യുന്നത് വൈകാരികമായ പെട്ടെന്നുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ പേരിലാകാം ഒരു മതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ആ തരത്തിലേക്ക് നിസാരവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് സത്യത്തിൽ ആ കഥയിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്. അതാണ് ഒരു എന്താ പറയുക, നമ്മുടെ അയോധ്യയിലെ പള്ളി പൊളിച്ചതിൻ്റെ പേരിൽ ഡിസംബർ 6 തീയതി പള്ളി പൊളിച്ചതിൻ്റെ പേരിൽ ആ ദിവസം ഉണ്ടായ ആ ദിവസം ആഘോഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ ദിവസം ഓർമ്മിക്കപ്പെടുകയോ ചെയ്യുന്ന ആ ദിവസത്തിൽ ഒരു സഹപ്രവർത്തകരുടെ പ്രതികരണം ഇയാൾക്ക് താല്പര്യപ്പെടാത്ത തരത്തിലായതിൻ്റെ പേരിൽ മതം മാറുക എന്ന് പറഞ്ഞാൽ ആ മതം മാറ്റത്തിന് എന്തർത്ഥമായുള്ളത്? അതിൽ എന്ത് പരിവർത്തനമാണ് ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. അത് നാളെ തിരിച്ചു മറ്റൊരു ഇത്തരത്തിലുള്ള ഒരു വൈകാരിക വിക്ഷോഭത്തിലൂടെ ഒരു തിരിച്ചുവരവിനും സാധ്യത ഒരുക്കാവുന്നതുണ്ട്. തീർച്ചയായും ആ കഥ വായിക്കാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ശ്രീ AM മുഹമ്മദ് അതേക്കുറിച്ച് എഴുതിയത് ചുരുക്കി ഇവിടെ പരാമർശിക്കാം. ഒരു നിമിഷ നേരത്തെ തോന്നൽ, നീണ്ട മദ്യപാനത്തിൽ താളം തെറ്റിയ മനസ്സ്, പുതിയ തിരിച്ചറിവിൻ്റെയോ ആത്മീയമായ വെളിപാടിൻ്റെയോ ഒന്നും പറയാവുന്ന നിലയിലല്ല എന്നുള്ളത്. ഇവിടെ ഞാൻ അതിലെ സവിശേഷതയായി കാണുന്നത് മറ്റ് പലരും തൊടാൻ പേടിക്കുന്ന ഒരു പ്രമേയമാണ്. അത് അങ്ങ് ക്രിയേറ്റീവ് ഡിപ്ലോമസി, അതൊരു നല്ല പ്രയോഗമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സർഗപരമായ ഒരു നയതന്ത്രമാണ് അങ്ങ് ഈ വാക്കുകളിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല പ്രധാനപ്പെട്ട തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളും അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശ്രീ MF ഹുസൈനെതിരായിട്ടുള്ള തീവ്രവാദികളുടെ നിലപാടിനെ അങ്ങ് മനോഹരമായി തന്നെ ചോദ്യം ചെയ്യുകയോ ഓർമ്മപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ വൈകാരികതയുടെ അംശമുള്ള തലങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങ് ചിലപ്പോൾ ഏതറ്റം വരെയും പോകാനുള്ള സാഹിത്യകാരൻ്റെ സർഗസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ ഏറെ സഹായിക്കുകയും അല്ലെങ്കിൽ സംരക്ഷിക്കുകയും ചെയ്ത മറ്റൊരു വനിതയിൽ നിന്ന് അങ്ങയുടെ ഒരു കഥാപാത്രത്തിന് സഹിക്കേണ്ടി വന്ന, ഒരു സ്ത്രീ കഥാപാത്രത്തിന് സഹിക്കേണ്ടി വന്ന അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള തലങ്ങൾ. അപ്പോൾ ഒന്നും മാറ്റിവെക്കാതെ എല്ലാം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാം. പക്ഷേ അത് വേണ്ടത്ര എന്നുള്ള രീതിയിൽ അല്ലേ? അതെ, അതൊരു എഴുത്തുകാരൻ്റെ ധർമ്മമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സർഗാത്മക എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? നമ്മൾ പറയാനുള്ള കാര്യം പറയുക, മറ്റൊരാളെ വെറുപ്പിക്കാതെ അയാളെ ആസ്വദിപ്പിച്ചുകൊണ്ട് കാര്യം ബോധിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് സർഗാത്മകത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം സങ്കല്പിച്ചു കൂട്ടി മനുഷ്യനെ സുഖിപ്പിക്കുന്നതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങായിരുന്നാലും മറ്റൊരാളായിരുന്നാലും എൻ്റെ കഥകളോ എൻ്റെ നോവലുകളോ വായിച്ചിട്ട് അങ്ങിരിക്കുന്നതിൻ്റെ പരിസരത്ത് നിന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു അംശം കണ്ടെത്താൻ കഴിയണം. അങ്ങ് ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും അതിൻ്റെ പല പ്രതിബിംബങ്ങളും ഈ പുസ്തകത്തിൽ കാണാൻ കഴിയണം. കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ പുസ്തകത്തിന് ഒരു സജീവത ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതും ഒരു നിർജീവ വസ്തുവായിട്ട് മാറും.
ആ ഒരു നിർജീവ വസ്തുവായി തീരത്തക്ക ഒരു കഥകളും എഴുതാൻ ഞാൻ ശ്രമിക്കാറില്ല, ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ആ ഒന്നാണെന്ന് എഴുതി തീരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് മനോഹരമായി നുള്ളിക്കീറി കളയുകയും ചെയ്തിട്ടുണ്ട്.